നമുക്ക് എങ്ങനെ സോളിഡ് എഡ്ജ് SQ7 നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ PC-യിൽ ഈസി ആയി ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ 2D ആൻഡ് 3D CAD സോളിഡ് എഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അത് ടാപ്പ് ചെയ്യുക. അത് ടാപ്പ് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് സോളിഡ് എഡ്ജ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇതുപോലൊരു പേജിലോട്ടായിരിക്കും ഓപ്പൺ വരുന്നത്. ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇത് കണ്ടോ, നമുക്ക് ഒരു സ്റ്റുഡൻ്റായി നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. ജസ്റ്റ് നിങ്ങൾ ഇവിടെ കാണുന്ന കുക്കീസിൽ എന്തെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ നെയിം കാര്യങ്ങളെല്ലാം ഒന്ന് ഫില്ലപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സിറ്റി ജസ്റ്റ് കമ്പനിയും സ്റ്റുഡൻ്റ് എന്ന് മാത്രം കൊടുത്താൽ മതിയായിരിക്കും. ദെൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം ഫില്ല് ചെയ്യുക കേട്ടോ. മേലെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആക്സസ് ഡൗൺലോഡിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം എന്താണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ആക്സസ് ഡൗൺലോഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം മുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നത് കാണാൻ കഴിയും. ഒരു 4 GB ഒരു ഫയലാണ്. ഇനി അതൊരു ഡൗൺലോഡ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആ ഒരു 3.9 GB ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെറ്റിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൗൺലോഡ് സെക്ഷനിൽ വന്നതിന് ശേഷം ഈ സോളിഡ് എഡ്ജ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. അതിൽ നിങ്ങൾ എസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. നോ കൊടുക്കല്ലേ, എസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതുപോലെ നിങ്ങളുടെ ഫയൽ അവിടെ എക്സ്ട്രാക്റ്റ് ആവുന്നതാണ്. ദെൻ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇവിടെ ഒരു എക്സ്ട്രാക്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് 43% ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു 96 ഓൾമോസ്റ്റ് നമ്മുടെ ഫയൽ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫയൽ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയി. ദെൻ നമ്മൾ ഈ ഒരു സംഭവം ജസ്റ്റ് ബാക്ക് അടിക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഈ ഒരു ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇവിടെ നിങ്ങളുടെ കയ്യിൽ ആൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ റിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതിൽ റിപ്പയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഇൻസ്റ്റാൾ ബട്ടണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബട്ടൺ കാണാൻ കഴിയും. ആ സ്റ്റാറ്റസ് ബട്ടണിൽ ഇതുപോലെ നിങ്ങൾക്ക് അവിടെ ഇത് ഇൻസ്റ്റാൾ ആവുന്നത് ഗ്രീൻ ഐക്കണിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ബോറടിപ്പിച്ചതല്ല, ലൈക്ക് ചെയ്യാൻ വേണ്ടി ലൈക്ക് പറഞ്ഞതാണ്. ദെൻ അപ്പം നമുക്ക് ഇവിടെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. താഴെ കാണുന്ന ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫയലെല്ലാം ഡൗൺലോഡ് ആയതിനു ശേഷം ഇതുപോലെ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് ഇവിടെ സോളിഡ് എഡ്ജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക ലാപ്പിൽ. അപ്പോഴത്തേക്ക് ഇതുപോലൊരു ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണുകയും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ സോളിഡ് എഡ്ജിൻ്റെ സോഫ്റ്റ്വെയർ ഫ്രീ സോഫ്റ്റ്വെയർ ഇവിടെ ഇങ്ങനെ എനേബിളായി അല്ലെങ്കിൽ ഓപ്പണായി വരുന്നതാണ്. ജസ്റ്റ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു ഫോൾഡറിലേക്ക് വരുന്നതാണ്. ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന ന്യൂ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ ലാബിലൊക്കെ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് പർപ്പസിലൊക്കെ എങ്ങനെയാണോ എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് എല്ലാ ടൂൾസും വെച്ച് നമുക്കിവിടെ കിടുവായിട്ട് ചെയ്ത് ഇപ്പോൾ പഠിക്കുന്നവർക്കാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം, വർക്ക് ചെയ്യുന്നവർക്കല്ല ചെയ്യാം. നമുക്ക് ഒരു നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇറ്റ്സ് മീ മുഹമ്മദ് ജാബിർ ഫ്രം LM2 Creations സൈനിങ് ഔട്ട്.